ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെഡഗോഗി സോഷ്യൽ സയൻസ് കാറ്റഗറി 3 ആണ്. അപ്പോൾ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് പെഡഗോഗിയിൽ വരുന്ന സോഷ്യൽ സയൻസിൻ്റെ കുറച്ചു ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കാറ്റഗറി 3യുടെ എക്സാമിന് പെഡഗോഗിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് സ്ഥിരമായി ചോദിച്ച ഒരു 500 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഇതിൽ 500 മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു വീഡിയോയിൽ 30 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അങ്ങനെ ഒരു 5-6 വീഡിയോയോട് കൂടി 500 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ, വിച്ച് ഈസ് എ ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. താഴെ പറയുന്നവയിൽ ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏതാണ്? ഓപ്ഷൻ എ ഡിഡക്റ്റീവ് മെത്തേഡ്, ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ഓപ്ഷൻ സി ലെക്ചർ മെത്തേഡ്, ഓപ്ഷൻ ഡി പ്രൊജക്റ്റ് മെത്തേഡ്. ആൻസർ ലെക്ചർ മെത്തേഡാണ്. ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏതാണ്? ലെക്ചർ മെത്തേഡാണ്. ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ലെക്ചർ മെത്തേഡാണ്. ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ലെക്ചർ മെത്തേഡാണ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജനറലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. എക്സാമ്പിളായിട്ട് ഒരു ലെക്ചർ മെത്തേഡിൽ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ ഒരു ജനറൽ കോൺസെപ്റ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? കേരളം എന്ന ഒരു ജനറൽ കോൺസെപ്റ്റിൽ നിന്നും കേരളത്തിൻ്റെ സവിശേഷതയായ കേരളത്തിലെ മണ്ണിനം എന്ന ഒരു ചെറിയ കോൺസെപ്റ്റിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് എന്ന ഒരു ചെറിയ കോൺസെപ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ജനറൽ കോൺസെപ്റ്റിൽ നിന്ന് ഒരു ചെറിയ കോൺസെപ്റ്റിലേക്ക് പോകുന്നതാണ് ലെക്ചർ മെത്തേഡ്. അപ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യം ലെക്ചർ മെത്തേഡാണ്. അപ്പോൾ വിച്ച് ഈസ് എ ലെക്ചർ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്? ഏതാണ് ഉത്തരം? വിച്ച് ഈസ് എ ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്? ലെക്ചർ മെത്തേഡാണ് ആൻസർ. എ പ്രൊജക്റ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരിഡ് ടു കമ്പൽഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്. എന്താണ്? അതായത് ഒരു നാച്ചുറൽ സെറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുന്നതാണ് പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരിഡ് ടു കമ്പൽഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്. ഇതാരാണ് പറഞ്ഞത്? ഹൂ സാഡ് ദാറ്റ്? സ്റ്റീവൻസൺ, കിൽപാട്രിക്, ബെല്ലാഡ്, ഡൂയി. ആൻസർ സ്റ്റീവൻസൺ ആണ്. സ്റ്റീവൻസണിൻ്റെ ഒരു ഡെഫിനിഷനാണ് പ്രൊജക്റ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരീഡ്. എന്താണ്? പ്രൊജക്റ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരീഡ് ടു കമ്പൽഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്. ഹൂ സാഡ് ദിസ്? സ്റ്റീവൻസൺ. The main aim of teaching social science in the secondary stage is. The main aim of teaching social science in the secondary stage. സെക്കൻഡറി സ്റ്റേജിലെ സോഷ്യൽ സയൻസിൻ്റെ എയിം കഴിഞ്ഞ കേട്ടിട്ട് ഒരു ക്വസ്റ്റ്യനാണിത്. ഓപ്ഷൻ എ ടു ക്രിയേറ്റ് ഗ്രൂപ്പ് വർക്ക് സ്കിൽ, ഓപ്ഷൻ ബി ടു ഡെവലപ്പ് കോമ്പിറ്റൻസ് ഇൻ വർക്ക് ഹാബിറ്റ്സ്, ഓപ്ഷൻ സി ടു ഡെവലപ്പ് റീസണിംഗ് പവർ, ഓപ്ഷൻ ഡി ടു ഡെവലപ്പ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി. ഒരു സോഷ്യൽ സയൻസ് ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട എയിം റീസണിംഗ് പവർ ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ടു ഡെവലപ്പ് റീസണിംഗ് പവർ. സെക്കൻഡറി സ്റ്റേജിൽ സോഷ്യൽ സയൻസ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം ടു ഡെവലപ്പ് റീസണിംഗ് പവർ. The methods used to framing curriculum in view is sequential development, sequential utilization and sequential relationship in social science. സോഷ്യൽ സയൻസിലെ കരിക്കുലത്തെ ഫ്രെയിം ചെയ്യുമ്പോൾ അതിനെ സീക്വൻഷ്യലായി ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ സീക്വൻഷ്യലായി യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെ സീക്വൻഷ്യലായി അതിൻ്റെ റിലേഷൻഷിപ്പ് കാണുന്നു. ഇതൊക്കെ ഏത് അപ്രോച്ചാണ്? ഉത്തരം ക്രോണോളജിക്കൽ അപ്രോച്ച്. അപ്പോൾ ക്രോണോളജിക്കൽ അപ്രോച്ച് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു ഫ്രെയിമിംഗ് കരിക്കുലം ഇൻ വ്യൂ ഓഫ് സീക്വൻഷ്യൽ ഡെവലപ്മെൻറ്റ്, സീക്വൻഷ്യൽ യൂട്ടിലൈസേഷൻ ആൻഡ് സീക്വൻഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ സോഷ്യൽ സയൻസ്. പറഞ്ഞിട്ട് സീക്വൻഷ്യൽ ഡെവലപ്മെൻറ്റ്, സീക്വൻഷ്യൽ യൂട്ടിലൈസേഷൻ ആൻഡ് സീക്വൻഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ സോഷ്യൽ സയൻസ്. അപ്പോൾ എന്താണ് ക്രോണോളജിക്കൽ അപ്രോച്ച്? ക്രോണോളജിക്കൽ അപ്രോച്ച് ഓഫ് മെത്തേഡ്സ് യൂസ്ഡ് ടു ഫ്രെയിമിംഗ് കരിക്കുലം. സീക്വൻഷ്യൽ ഡെവലപ്മെൻറ്റ് ശ്രേണീപരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, സീക്വൻഷ്യലായിട്ട് അതിനെ ഉപയോഗിക്കുന്നു, സീക്വൻഷ്യലായിട്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ ഏതാണ്? ക്രോണോളജിക്കൽ അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ഓഫ് സോഷ്യൽ സയൻസ് ആണ്.
ദ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൻ്റെ കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേഡ്നെസ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേഡ്നെസ്? കരിക്കുലത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സെൻറ്റേഡ്നെസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേഡ്നെസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ ഇൻ സോഷ്യൽ സയൻസ്. മനസ്സിലായല്ലോ? സോഷ്യൽ സയൻസ് പഠിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, അതായത് സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനമാണ്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് സമൂഹത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് സോഷ്യൽ സയൻസ്. അതുകൊണ്ട് സോഷ്യൽ സയൻസ് കരിക്കുലത്തിൻ്റെ പ്രിൻസിപ്പിൾസ് കമ്മ്യൂണിറ്റി സെൻറ്റേഡ്നെസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേഡ്നെസ്. The people draw accurate and neat diagram showing solar system and occurrence of solar. സൗരയൂഥത്തെക്കുറിച്ചും സൗരയൂഥ മാതൃകയെക്കുറിച്ചും ഒരു കുട്ടി ക്ലാസ്സിൽ ചിത്രം വരയ്ക്കുമ്പോൾ ഏറ്റവും നല്ല ആക്യുറേറ്റായ നീറ്റായ ഡയഗ്രാം എന്തിനെ ഷോ ചെയ്യുന്നു? ആ കുട്ടിയുടെ സ്കില്ലിനെ ഡ്രോ ചെയ്യുന്നു. ആറ്റിറ്റ്യൂഡ്, നോളജ്, അണ്ടർസ്റ്റാൻഡ്, സ്കില്ല്. കുട്ടി നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുമ്പോൾ അത് കുട്ടിയുടെ കഴിവിനെ, സ്കില്ലിനെ എന്ത് ചെയ്യുന്നു? മീൻ ചെയ്യുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ഗ്രാഫ് യൂസ്ഡ് ഫ്രീക്വൻ്റ്ലി ഫോർ ദ ടീച്ചിങ് ഓഫ് ടോപ്പിക് ഓഫ് സോഷ്യൽ സയൻസ് മോസ്റ്റ്ലി ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്? ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, സോഷ്യൽ സയൻസിലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലത്തെക്കുറിച്ച്, അതായത് താജ്മഹലിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ താജ്മഹൽ അങ്ങനെ പറയുന്ന, അതായത് ഗ്രേറ്റസ്റ്റ് മെമ്മോറിയലിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കുട്ടിയെ പാർലമെൻറ്റ്, താജ്മഹൽ, നിയമസഭ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ല ചെങ്കോട്ട അങ്ങനെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുന്ന സമയത്ത്, വിവരങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത്, ടോപ്പിക്ക് കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഗ്രാഫാണ് ഉപയോഗിക്കുന്നത്? ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പിക്ടോറിയൽ ഗ്രാഫ്, പൈ ഗ്രാഫ്? ആൻസർ ബി ആണ്, ലൈൻ ഗ്രാഫ് ആണ് ഉപയോഗിക്കുന്നത്. സോഷ്യൽ സയൻസിലെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ലൈൻ ഗ്രാഫ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ക്യാൻ ഹെൽപ്പ് എ സോഷ്യൽ സയൻസ് ടീച്ചർ ഇൻകൾക്കേറ്റ് സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ് എമംഗ് ദ സ്റ്റുഡൻസ്? താഴെ പറയുന്നവയിൽ ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ കുട്ടികളിൽ എങ്ങനെയാണ് സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂ വർദ്ധിപ്പിക്കുക? സാമൂഹിക ധാർമ്മിക മൂല്യം കുട്ടികളിൽ എങ്ങനെ വർദ്ധിപ്പിക്കും? ഇൻവോൾവിങ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ഇൻ സോഷ്യൽ സയൻസ് ക്ലബ് ആക്ടിവിറ്റി. സോഷ്യൽ സയൻസ് ക്ലബ് ആക്ടിവിറ്റിയിൽ കുട്ടിയെ പങ്കാളിത്തമാക്കിക്കൊണ്ടാണ് ഒരു ടീച്ചർ സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ വാല്യൂ വർദ്ധിപ്പിക്കുന്നത്. ഇൻവോൾവിങ് സ്റ്റുഡൻസ് ആക്ടിവിറ്റി ഇൻ സോഷ്യൽ സയൻസ് ക്ലബ് ആക്ടിവിറ്റി. സോഷ്യൽ സയൻസ് ക്ലബ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ സാമൂഹിക മോറൽ, ധാർമ്മിക മൂല്യം വർദ്ധിപ്പിക്കുന്നത്. The research with is exploring new fact through the study of the past is called. അതായത് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന റിസർച്ച് മെത്തേഡിനെ നാം എന്ത് വിളിക്കും? ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഫിലോസഫിക്കൽ റിസർച്ച്, മൈത്തലോജിക്കൽ റിസർച്ച്, കണ്ടന്റ് അനാലിസിസ്. പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന എല്ലാ ഗവേഷണങ്ങളും ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. ആൻസർ ഓപ്ഷൻ ബി, ഹിസ്റ്റോറിക്കൽ റിസർച്ച്. വിത്ത് ഈസ് എ പ്യുവർ സോഷ്യൽ സയൻസ്. ഇതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് യഥാർത്ഥ സോഷ്യൽ സയൻസ്, യഥാർത്ഥ സാമൂഹിക ശാസ്ത്രം? എത്തിക്സ്, ധാർമ്മികത, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഹിസ്റ്ററി, ചരിത്രം, പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്രം, രാഷ്ട്രശാസ്ത്രം, തന്ത്രശാസ്ത്രം. ഓപ്ഷൻ സി, ഹിസ്റ്ററിയാണ് പ്യുവർ സോഷ്യൽ സയൻസ്. താഴെ പറയുന്നവയിൽ ഹിസ്റ്ററിയാണ് പ്യുവർ സോഷ്യൽ സയൻസ്. റിസോഴ്സസ്, ക്രോപ്സ്, പ്രോഡക്റ്റ് ആർ മാർക്ക്ഡ് ഇൻ എ. അതായത് ഒരു മാപ്പിൽ വിഭവങ്ങളും അതുപോലെ തന്നെ വിളകളും ഉൽപ്പന്നങ്ങളും മാർക്ക് ചെയ്യുന്ന
മാപ്പിനെ വിളിക്കുന്ന പേര് എന്താണ്? ഒന്ന് പൊളിറ്റിക്കൽ മാപ്പ്, 2 ഫിസിക്കൽ മാപ്പ്, 3 ഇക്കണോമിക് മാപ്പ്, 4 ഹിസ്റ്റോറിക്കൽ മാപ്പ്. റിസോഴ്സസ്, ക്രോപ്സ്, പ്രോഡക്റ്റ് ഇവ മാർക്ക് ചെയ്യുന്ന മാപ്പ് ഇക്കണോമിക് മാപ്പാണ്. എന്തെല്ലാണ്? റിസോഴ്സസ്, ക്രോപ്സ്, പ്രോഡക്റ്റ് ഇവ മാർക്ക് ചെയ്യുന്ന മാപ്പ് ഇക്കണോമിക് മാപ്പാണ്. അടുത്ത എയിം ഓഫ് സോഷ്യൽ സയൻസ് ആർ. സോഷ്യൽ സയൻസിൻ്റെ ലക്ഷ്യം എന്ത്? ഓപ്ഷൻ എ ബോർഡ് ആൻഡ് ജനറൽ, ഓപ്ഷൻ ബി ഒബ്സർവബിൾ, ഓപ്ഷൻ സി മെഷറബിൾ, ഓപ്ഷൻ ഡി സ്പെസിഫിക്. സോഷ്യൽ സയൻസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡ് ആൻഡ് ജനറൽ ആണ്. സോഷ്യൽ സയൻസ് ഈസ് എ ബോർഡ് ആൻഡ് ജനറൽ. സോഷ്യൽ സയൻസ് ഈസ് എ ബോർഡ് ആൻഡ് ജനറൽ. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഡിസിപ്ലിൻ ഇൻ സോഷ്യൽ സയൻസ്? സോഷ്യൽ സയൻസിലെ ഏറ്റവും പഴയ ഡിസിപ്ലിൻ ഏതാണ്? സോഷ്യൽ സയൻസിലെ ഏറ്റവും പഴയ ഡിസിപ്ലിൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. സോഷ്യൽ സയൻസിലെ ഏറ്റവും പഴയ ഡിസിപ്ലിൻ ഏതാണ്? ഹിസ്റ്ററിയാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ലക്ഷ്യം എന്താണ്? സോഷ്യൽ സയൻസിൻ്റെ ലക്ഷ്യം ബോർഡ് ആൻഡ് ജനറൽ ആണ്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഡിസിപ്ലിൻ എന്താണ്? ഹിസ്റ്ററിയാണ്. Name the theory which describe the state come into existence as a result of an agreement by the people. Option A evolutionary theory, option B divine origin theory, option C social contract theory, option D power theory. എവല്യൂഷണറി തിയറി, 2 ഡിവൈൻ ഒറിജിൻ തിയറി, 3 സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി, 4 പവർ തിയറി. സി സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയാണ് എന്ത്? സ്റ്റേറ്റ് കമ്മിങ് ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ബൈ പീപ്പിൾ. അതായത് ജനങ്ങളുമായി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു തിയറി. അതേതാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയാണ്. ക്രോണോളജി ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇൻ കരിക്കുലം. കരിക്കുലത്തിൽ ക്രോണോളജിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, സോഷ്യോളജി. അതായത് ഹിസ്റ്ററിയിലാണ് ക്രോണോളജിക്കൽ കരിക്കുലത്തിന് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അതായത് ക്രോണോളജിക്കൽ കരിക്കുലമാണ് നമ്മൾ സീക്വൻഷണലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ക്രോണോളജിക്കൽ കരിക്കുലമാണ്. ഇപ്പോൾ ക്രോണോളജിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കരിക്കുലമാണ് ഏത്? ഹിസ്റ്ററിയുടെ കരിക്കുലം. വിച്ച് ഈസ് നോട്ട് അപ്രോച്ചസ് ടു ഓർഗനൈസ്ഡ് കരിക്കുലം. താഴെ പറയുന്നവയിൽ കരിക്കുലത്തിൻ്റെ ഓർഗനൈസിൽ വരാത്തത് ഏത്? യൂണിറ്റ് അപ്രോച്ച്, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, ടോപ്പിക്കൽ അപ്രോച്ച്, സ്പൈറൽ അപ്രോച്ച്. ഓപ്ഷൻ ബി ആണ് ഓർഗനൈസ്ഡ് കരിക്കുലത്തിൻ്റെ സമീപനത്തിൽ വരാത്തത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചസ് ആണ്. ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് കരിക്കുലം ഓർഗനൈസേഷനിൽ ഉൾപ്പെടുന്നില്ല. യൂണിറ്റ് അപ്രോച്ച്, ടോപ്പിക്കൽ അപ്രോച്ച്, സ്പൈറൽ അപ്രോച്ച് ഇതൊക്കെ കരിക്കുലം ഓർഗനൈസേഷനിൽ വരുന്ന സമീപനങ്ങളാണ്. എന്നാൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ ഉൾപ്പെടുന്നില്ല. ന്യൂമിസ്മാറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ്. ന്യൂമിസ്മാറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് കോയിൻ. ന്യൂമിസ്മാറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് കോയിൻ. കോയിനുകളെക്കുറിച്ചുള്ള, നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് മെത്തേഡ് ഫോർ ഹിസ്റ്ററി ഓഫ് ലേണിംഗ്. ഒരു ടീച്ചർ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ടീച്ചിങ് മെത്തേഡ് ഏതാണ്? സോഴ്സ് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്, സിമുലേഷൻ മെത്തേഡ്. ഓപ്ഷൻ എ ആണ് സോഴ്സ് മെത്തേഡ്. അപ്പോൾ സോഴ്സ് മെത്തേഡാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് മെത്തേഡ് ഫോർ ഹിസ്റ്ററി ഓഫ് ലേണിംഗ്. ഹിസ്റ്ററി ഓഫ് ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് മെത്തേഡ്, അതായത് ഹിസ്റ്ററി പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് സോഴ്സ് മെത്തേഡാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല വിവരങ്ങൾ ശേഖരിക്കുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്ററി. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്ററി. കഴിഞ്ഞ കാലത്ത് എന്തു നേടി, എന്തു സംസാരിച്ചു, എന്ത് നമ്മൾ നേടിയെടുത്തു, എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, ഇവയെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ പിതാവ് ഹെറോഡോട്ടസ് ആണ്. ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറോഡോട്ടസ് ആണ്. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പഠിക്കുന്ന മെത്തേഡാണ് സോഴ്സ് മെത്തേഡ്. അതുകൊണ്ട് ഹിസ്റ്ററിയുടെ പഠനത്തിന് അനുയോജ്യമായ മെത്തേഡ് സോഴ്സ് മെത്തേഡാണ്. ഡിവൈസ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ടൈം സെൻസ്. ടൈം സെൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ടൈം ലൈൻ ആണ്. നമുക്കറിയാം, നമ്മൾ 10ാം
ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയും അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ടൈം ലൈൻ ഉണ്ടാക്കാൻ. ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങൾ പെടുത്തിക്കൊണ്ട് ഒരു ഗ്രാഫ്, ടൈം ലൈൻ ഗ്രാഫ് തയ്യാറാക്കുക. അമേരിക്കയാണെങ്കിൽ 1774 മുതൽ 1789 അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്. 71 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 74 75 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 76 അമേരിക്ക സ്വാതന്ത്ര്യം നേടി, 81 അമേരിക്കയുടെ കോളനികൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, 83 പാരീസ് ഉടമ്പടി പ്രകാരം അമേരിക്കൻ കോളനികൾ സ്വതന്ത്രമായി, 89 അമേരിക്കൻ ഭരണഘടന വന്നു, ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി. അപ്പോൾ ഈ ഒരു ടൈം ലൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതായത് വർഷം എഴുതിക്കൊണ്ട് പ്രധാന സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ടൈമുമായി ബന്ധപ്പെട്ട ഡിവൈസാണ് ടൈം ലൈൻ. വിച്ച് ഈസ് എ 3-dimensional എയിം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3-dimensional എയിം ഏതാണ്? ചാർട്ട്, മാപ്പ്, ഗ്രാഫ്, ഗ്ലോബ്. ഡി, ഓപ്ഷൻ ഡി ആണ്, ഗ്ലോബ് ആണ് 3-dimensional എയിം. വിച്ച് ഈസ് എ സെമി സോഷ്യൽ സയൻസ്. താഴെ പറയുന്നവയിൽ സെമി സോഷ്യൽ സയൻസിൽ പെടുന്നത് ഏത്? ഹിസ്റ്ററി, എക്കണോമിക്സ്, എത്തിക്സ്, സോഷ്യോളജി. എത്തിക്സ് ആണ് സെമി സോഷ്യൽ സയൻസ്. The aim of social science education is to develop. സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം ഒന്ന് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രാവബോധം വളർത്തുക, അതല്ല. 2 ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് ഗണിതപരമായ കഴിവ് വർദ്ധിപ്പിക്കുക, അത് മാത്തമെറ്റിക്സിൻ്റെ ലക്ഷ്യമാണ്. സയൻറ്റിഫിക് ടെമ്പർ സയൻസിൻ്റെ ലക്ഷ്യമാണ്. ലോജിക്കൽ റീസണിങ്, അത് മാത്തമെറ്റിക്സിൻ്റെ ലക്ഷ്യമാണ്. സിറ്റിസൺസ് ഇൻ ഡെമോക്രസി, ജനാധിപത്യത്തെക്കുറിച്ച്, പൗരനെക്കുറിച്ചുള്ള അവബോധം, അതായത് ഞാനൊരു ജനാധിപത്യ സമ്പ്രദായത്തിലെ പൗരനാണെന്നുള്ള അവബോധമാണ് സോഷ്യൽ സയൻസിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഉത്തരം സി ആണ്, സിറ്റിസൺസ് ഇൻ ഡെമോക്രസി ആണ് ആൻസർ. As a disaster management, which best strategy do you select the important, the practical idea of escaping from a dangerous situation? Mock drill ആണ് ആൻസർ. ഏതാണ് ആൻസർ? മോക്ക് ഡ്രിൽ. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കുട്ടിയെ പഠിപ്പിക്കാൻ നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച്, നമ്മുടെ പരിസ്ഥിതി നേടുന്ന വെല്ലുവിളിയെക്കുറിച്ച്, അതിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റിയ തന്ത്രത്തെക്കുറിച്ച്, ഇന്നത്തെ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഐഡിയ പഠിപ്പിക്കാൻ പറ്റുന്നത് മോക്ക് ഡ്രില്ലിൽ കൂടിയാണ്. ലെക്ചറിൽ കൂടി പഠിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം നമ്മുടെ പ്രകൃതി വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നാം അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജി മോക്ക് ഡ്രില്ലാണ്. As a teacher wrote a teaching manual to make the student aware of the different time zone in the world, what would be teaching aid used by the teacher? അതായത് ടീച്ചർ ലോകത്തുള്ള വ്യത്യസ്ത സംഭവങ്ങളെക്കുറിച്ച് ഒരു ടൈം സോണിൻ്റെ ബേസിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടീച്ചിങ് എയ്ഡ് ഏതാണ്? ഒന്ന് അറ്റ്ലസ്. ടീച്ചർക്ക് അറ്റ്ലസ് ഉപയോഗിക്കാം. ശരി. ടീച്ചർക്ക് ഗ്ലോബ് ഉപയോഗിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ലോകത്തിലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഗ്ലോബ് ആവശ്യമാണ്. മാപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ വരും. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. ലോകത്തിൻ്റെ വിവിധ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചും ലോകത്തിൻ്റെ ടൈം സോണിനെക്കുറിച്ചും പഠിക്കാൻ ആവശ്യം അറ്റ്ലസും മാപ്പുകളുടെ കാറ്റഗറിയാണ് അറ്റ്ലസ്. ഗ്ലോബ്, അറ്റ്ലസ് ആൻഡ് മാപ്പാണ് ഉപയോഗിക്കുന്നത്. ഇൻ എ ന്യൂ ഹിസ്റ്ററി ബുക്സ് ടൈം റിലേറ്റഡ് കൺസെപ്റ്റ് ലൈക്ക് BC and AD are changed as BCE and CE. വാട്ട് ഈസ് റീസൺ ബിഹൈൻഡ് ദീസ് ചേഞ്ച്? അതായത് ഇന്നത്തെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ബിഫോർ ക്രൈസ്റ്റും അന്നോ ഡൊമിനിയും മാറി. കോമൺ എറ എന്ന് പറയുന്ന പണ്ട് ബിഫോർ ക്രൈസ്റ്റും അന്നാ ഡൊമിനിയും ആയിരുന്നു. ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടവും ക്രിസ്തുവിന് ശേഷമുള്ള കാലഘട്ടവുമായിരുന്നു പഠിച്ചത്. ഇന്ന് മാറി, CE ആയി മാറി. ഇന്ന് CE ആയി മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐഡിയാസ് ആർ ചേഞ്ച്ഡ് എവരി നൗ ആൻഡ് ദെൻ because modernization, secularization of historical ideas relation with mathematics. Ideas are changed every now and then because modernization, secularization of historical ideas relation with mathematics.
മനസ്സിലായല്ലോ. അപ്പോൾ ഐഡിയാസ് ആർ ചേഞ്ച്ഡ് എവരി നൗ ആൻഡ് ദെൻ ബിക്കോസ് മോഡേണൈസേഷൻ സെക്കുലറൈസേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഐഡിയാസ് റിലേഷൻ വിത്ത് മാത്തമെറ്റിക്സ്. അതായത് ഇങ്ങനെ മാറാൻ കാരണം അവിടെ മോഡേണൈസേഷനും സെക്കുലറൈസേഷനിലും ഒക്കെ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇത്രയാണ് 30 ക്വസ്റ്റ്യനാണ് ഇന്ന് ഉൾപ്പെടുത്തിയത്. 30ഉം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഒന്നുപോലും വിട്ടുകളയാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോൻ്റെ മോഡൽ എക്സാമിന് ഈ ഒരു 30 ക്വസ്റ്റ്യനും മോഡൽ എക്സാമാണ്. അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് വിട്ടുകളയാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. നന്നായി ഉൾക്കൊള്ളുക, പഠിക്കുക. താങ്ക് യു. ഓക്കെ, ഓഗസ്റ്റ് 31-ാം തീയതിയുള്ള കേട്ടിട്ട് നേടിയെടുക്കുക. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പഠിക്കുക. കേട്ടിട്ട് 3 നേടിയെടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കേട്ടിട്ട് 3 ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.